ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി പ്രോൺസ് ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമല്ലേ പ്രോൺസ്? എൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ ഇതുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതുണ്ടാക്കാൻ വേണ്ടി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഞാൻ മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് നല്ലപോലെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്, അതും വെളിച്ചെണ്ണയിൽ തന്നെ. ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും കേട്ടോ. കാരണം നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട്. അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്ത് നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്ക് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ റെഡിയാക്കിയാലോ. അതിനായി ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടെ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം. ഈ അരച്ച് വെച്ച പേസ്റ്റ് ഇവിടെ മാറ്റി നിൽക്കട്ടെ. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ സവോള കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയെല്ലാം ഞാൻ പ്രോൺസ് ഫ്രൈ ചെയ്ത അതേ ചീനച്ചട്ടിയിൽ തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ സവോളയിലേക്ക് ആവശ്യമായ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളൂ. കാരണം ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ടാണ് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ വഴന്നു വന്നു. ഇനി നമുക്ക് മസാലകൾ ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ഇത് നല്ലപോലെ ഒന്ന് മസാലകൾ മൂപ്പിച്ചെടുക്കണം. ഈ മസാല നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് കൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം കേട്ടോ. ഇത് നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രോൺസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തോളൂ. നമ്മുടെ മസാലകളെല്ലാം ഈ പ്രോൺസിൽ പിടിക്കുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചെറുതീയിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഇതൊന്ന് അടപ്പ് തുറന്ന് നോക്കിക്കോളൂ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. ഇപ്പോൾ പാകത്തിൻ്റെ ഉപ്പും എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ മസാല എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ കൂട്ടുകാരെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. See you tomorrow with a new video. Bye.